പ്രതിഷേധ സ്വരം ഈ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന പേരിൽ ഉയർന്നു വന്നത്. അത് ഒരൊറ്റയാളുടെ ചിന്തയാണ്. ആ ചിന്ത പക്ഷേ അതിനപ്പുറത്തുള്ള വ്യാപ്തിയിലേക്ക് ഇത് വളരുകയൊക്കെ ചെയ്തു. എന്നാൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ, ഇവരുടെ മുദ്രാവാക്യങ്ങൾ, ഇവരുടെ പ്രശ്നങ്ങൾ ഇന്ത്യയിൽ ആരും പറയാത്തതാണ്. അങ്ങനെയല്ല. ഈ പ്രതിപക്ഷ പാർട്ടികളെല്ലാം ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഇത് പറയുന്നുണ്ട്. പക്ഷേ ആ പ്രതിപക്ഷ പാർട്ടികൾക്ക് ഒരു പോയിന്റിൽ ഈ വിഷയത്തിൽ ആളുകൾക്ക്, ഈ സാധാരണ മുഴുവൻ ആളുകൾക്കും ഒരേ സ്വഭാവത്തോടെ, ചെറുപ്പക്കാർക്ക് ഇതുപോലെ ഐക്യപ്പെടാൻ പറ്റുന്ന തരത്തിൽ ആ മുദ്രാവാക്യം മുന്നോട്ട് വയ്ക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് പ്രശ്നം. എല്ലാവരും പറയുന്ന പോയിന്റുകളൊക്കെ തന്നെയാണിത്. ഈ വിഷയത്തിലൊക്കെ രാഹുൽ ഗാന്ധി മുതൽ ഇവിടെ CPIM-ൻ്റെ നേതൃത്വം അടക്കം, അങ്ങനെ അല്ലെങ്കിൽ മറ്റ് പ്രതിപക്ഷ പാർട്ടികളെല്ലാം പ്രതികരിച്ചിട്ടുള്ള വിഷയങ്ങൾ തന്നെ. പക്ഷേ ഈ അതിർത്തിയെ വളരെ കൃത്യമായി അഡ്രസ്സ് ചെയ്യാനും അതിനെ ഇങ്ങനെ പ്രവഹിപ്പിക്കാനും പറ്റുന്ന ഒരു സംവിധാനമായി ഈ കോക്രോച്ച് ജനതാ പാർട്ടി മാറി. അതിൻ്റെ ഒന്നാമത്തെ കാരണം ഈ നേരിട്ട് അവരെ, അതായത് ഇവിടെ ചെറുപ്പക്കാരെ അപഹസിച്ചു നീതിപീഠം എന്നുള്ളൊരു തോന്നൽ അവർക്കുണ്ടാവുകയും ആ പ്രയോഗം തന്നെ എടുത്ത് പാർട്ടിയുടെ പേരായിട്ട് കൊണ്ടുവരികയും ചെയ്തപ്പോൾ സ്വാഭാവികമായിട്ടും ജെൻസിക്ക് അതുമായിട്ട് കണക്റ്റായി. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ് ഒരു വിഷയം പറയുന്നത് പോലെയോ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു വിഷയം പറയുന്നത് പോലെയോ അല്ല കോക്രോച്ച് ജനതാ പാർട്ടി. കാരണം കോക്രോച്ച് ജനതാ പാർട്ടി എന്നുള്ള പേര് ഒരു ജെൻസിക്കിടയിൽ വേറൊരു തരത്തിൽ തന്നെയാണ് അത് സ്ട്രൈക്ക് ചെയ്യുക. അപ്പോൾ അതിനകത്തുള്ള പ്രശ്നം, ഇതിന് വേറെ എന്തെങ്കിലും തരത്തിൽ ഈ നിലനിൽക്കുന്ന ഒരു സംവിധാനത്തോടുള്ള ഒരു അതൃപ്തി, എല്ലാ കാലത്തും വലിയ വിപ്ലവങ്ങളും ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് അതൃപ്തി തന്നെയാണ് ആ കാലത്ത്. പക്ഷെ അതിനെ പ്രത്യയശാസ്ത്രപരമായി എത്രത്തോളം പിടിച്ചു നിർത്താൻ കഴിയും, ഒരു ആശയപരമായി എത്രത്തോളം പിടിച്ചു നിർത്താൻ കഴിയും ഈ ഇത്തരമൊരു മുദ്രാവാക്യത്തിന് എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് തന്നെ വേണം കാണാൻ. ജെൻസി വിപ്ലവങ്ങളും പ്രക്ഷോഭങ്ങളും ഒക്കെ വേറെ നമ്മൾ പലയിടത്തും കണ്ടിട്ടുണ്ട്. ഇതിങ്ങനെ വളർന്നാൽ ഇത് തെരുവിലേക്ക് വരുമെന്നുള്ള ഒരു കണക്ക് കൂട്ടൽ സർക്കാരിനുണ്ടായിരുന്നു, ഭരണകൂടത്തിനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവർ എക്സ് അക്കൗണ്ട് മരവിപ്പിക്കാനൊക്കെ ശ്രമിച്ചത്. അല്ലെങ്കിൽ വളരെ ശക്തമായി, ഇപ്പം ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ആം ആദ്മി പാർട്ടിക്കും കോൺഗ്രസിനും CPM-നും ഒന്നും എതിരെ അല്ല സോഷ്യൽ മീഡിയയിലെ BJP സൈബർ ഹാൻഡിലുകൾ ഓവർ ടൈം പണിയെടുക്കുന്നത്. അത് കോക്രോച്ച് ജനതാ പാർട്ടിക്കെതിരെയാണ്. അങ്ങനെ ഒരു ഭയം അവർക്കുണ്ടായിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. തെരുവിലിറങ്ങിയാൽ കൈകാര്യം ചെയ്ത് കളയും എന്നുള്ള ഭീഷണി ഇങ്ങനെ കോക്രോച്ച് ജനതാ പാർട്ടിക്കെതിരെ BJP പ്രവർത്തകരുടെ ഈ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ വഴി ധാരാളം പ്രവഹിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ളപ്പോൾ പിന്നെ ഒരു രാഷ്ട്രീയ പരിചയം ഇല്ലാത്ത ഒരാളാണോ ഇതിന് തുടക്കമിടുന്നതെന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. ആം ആദ്മി പാർട്ടിയുടെ സമരത്തിൽ പരിപാടികളിൽ പങ്കെടുത്തിട്ടുള്ള ഒരു വോളണ്ടിയറായി പങ്കെടുത്തിട്ടുള്ള ആളാണ് അഭിജിത്ത് ദീപ്കെ. അയാളാണ് ഈ പ്രസ്ഥാനവുമായി പുതിയ പ്രസ്ഥാനം കൊണ്ടുവരുന്നത്. ഇതിനൊരു രാഷ്ട്രീയ പാർട്ടിയുടെ സ്വഭാവം ഉണ്ടാകുമോ, അത് തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുമോ എന്നൊന്നും ഇപ്പോൾ പറയാൻ പറ്റില്ല എന്ന് മാത്രമേ അദ്ദേഹം പറയുന്നുള്ളൂ. അദ്ദേഹം എന്തായാലും തെരുവിലിറങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നു. അദ്ദേഹം പഠിക്കുകയായിരുന്നു അവിടെ ബോസ്റ്റണിൽ. അദ്ദേഹം അവിടുന്ന് വിദ്യാഭ്യാസം കഴിഞ്ഞാൽ തിരിച്ചെങ്കിലും വരണമല്ലോ. അപ്പോൾ ആ നിലയ്ക്ക് വരികയാണ്. വേറൊരു കാര്യം, അദ്ദേഹത്തിന് ശോഭനമായ ഒരു കരിയർ ഉണ്ടായിരുന്നു. വേറൊരു തരത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രൊഫഷനിൽ അദ്ദേഹത്തിന് മറ്റൊരു കരിയർ അദ്ദേഹത്തിന് കെട്ടിപ്പടുക്കാൻ കഴിയുമായിരുന്നു. ആ കഴിവ് അദ്ദേഹം തെളിയിച്ചതുമാണ്. പക്ഷേ അത് വേണ്ടാന്ന് കൂടി തീരുമാനിച്ചിട്ടാണ് അദ്ദേഹം ഈ കോക്രോച്ച് ജനതാ പാർട്ടിയിലൂടെ തന്നെ ആ സാധ്യത വളരെ വർദ്ധിപ്പിച്ചതാണ്. പക്ഷേ അത് വേണ്ട, അദ്ദേഹം ഈ പോരാട്ട വേദിയിലേക്ക് വരിക എന്നുള്ളത് തന്നെയാണ് തീരുമാനമെടുത്തിരിക്കുന്നത്. വീട്ടുകാർ സമ്മതിക്കുമോ എന്നുള്ളത് കാത്തിരുന്നതാണ്. കാരണം അവരുടെയൊക്കെ ബൈറ്റ് കണ്ടപ്പോൾ വളരെ സാധാരണക്കാരായ മനുഷ്യരാണ്. അവരാകെ അമ്പരന്നിരിക്കുകയാണ്. ഈ അഭിജിത്ത് ദീപ്കെ ഇങ്ങനെ രാഷ്ട്രീയത്തിലേക്ക് കിടക്കുന്നു എന്നുള്ളതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ. ഇനി ഇവിടെ ഇതിനെ ഏറ്റെടുക്കാൻ ആരുണ്ട്? ഒരു മിനിമം ഇപ്പം TVK തമിഴ്നാട്ടിലുണ്ടായപ്പോൾ ചെങ്കോട്ടയ്യനെ പോലെ കൃതഹസ്തനായ ഒരു രാഷ്ട്രീയ നേതാവ് അവിടെ കൈകൊടുക്കാനുണ്ടായിരുന്നു. അതിൻ്റെ ഗുണം കൂടിയാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. ഇതിനാര് കൈകൊടുക്കും? അതോ ഇതങ്ങനെ ആരും കൈകൊടുക്കാനില്ലാത്ത ഒരു സംവിധാനമല്ല, ആസൂത്രിതമായ ഒരു നീക്കം തന്നെയാണ് എന്നും കരുതിക്കൂടായികയില്ല. ഒരുപക്ഷെ അങ്ങനെയും ആകാം. അങ്ങനെയാണോ ഇത് സംഭവിക്കുക എന്നുള്ളത് കാത്തിരുന്നതാണ്. കാരണം സിസ്റ്റത്തോടുള്ള പ്രതിഷേധം അവർ രേഖപ്പെടുത്തും. എല്ലാ കാലത്തും മധ്യവർഗത്തിന് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ള ചോദ്യം ചിലരൊക്കെ ഇങ്ങനെ ഉന്നയിക്കാറുണ്ട്. പക്ഷേ അങ്ങനെയല്ല. മധ്യവർഗത്തിൻ്റെ അതിർത്തിയാണ് എല്ലായ്പ്പോഴും വലിയ ഒരു പ്രദേശത്തെ മാറ്റങ്ങൾ ഉണ്ടാക്കുക. മധ്യവർഗത്തിൻ്റെ അതൃപ്തി പരിഹരിക്കാൻ വേണ്ടിയുള്ള ആ മൂവ്മെൻറ്റിലാണ് അല്ലാത്ത ആളുകളും സാധാരണ പാവപ്പെട്ടവരും എല്ലാം അണിനിരക്കുക. ആ രീതിയിലാണ് എല്ലാ കാലത്തും ബഹുഭൂരിപക്ഷം സംഭവങ്ങളും ഉണ്ടായിട്ടുള്ളത്. രാഷ്ട്രീയ മാറ്റങ്ങൾ ആ നിലയ്ക്കാണ് സംഭവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അവർക്ക് ആ നിലയ്ക്കുള്ള ഒരു മുന്നേറ്റം ഒരുപക്ഷെ ഉണ്ടാക്കാൻ കഴിഞ്ഞേക്കാം. കുറേ ആളുകളുടെയൊക്കെ ഒരു പിന്തുണ ഒരു പക്ഷേ നേടാൻ കഴിഞ്ഞേക്കാം. പിന്നെ ഭരിക്കുന്നത് ഒരു സമഗ്രാധിപത്യ സ്വഭാവമുള്ള ഒരു സർക്കാരാണ് ഇന്ത്യ ഭരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഇത്തരം ഒരു മൂവ്മെൻറ്റിനെ കൈകാര്യം ചെയ്യുന്നത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. കാരണം ഏറ്റവും വലിയ സംഘടനാബലമുള്ള രാഷ്ട്രീയ പാർട്ടികൾ നടത്തിയ സമരങ്ങളെപ്പോലും വളരെ നിസ്സാരമായി കൈകാര്യം ചെയ്യാൻ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. കർഷക സമരം ഒഴിച്ച് ബാക്കി എല്ലാ സമരങ്ങളെയും ഒരു തരത്തിൽ, ഇപ്പം CAA NRC പ്രക്ഷോഭം പോലും
അത് വലിയ പ്രക്ഷോഭമായി വന്നെങ്കിലും ആ പ്രക്ഷോഭത്തെ സർക്കാരിന് കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞു. പിന്നീടായാലും അതിൻ്റെ നീണ്ടു നിൽക്കുന്ന ബുദ്ധിമുട്ടുകളിലേക്ക് ആ സമരക്കാരെ തള്ളിയിടാൻ സർക്കാരിന് കഴിഞ്ഞു എന്നുള്ളത് നമുക്ക് കൺമുന്നിലുള്ള ഒരു സംഗതിയാണ്. അപ്പുറത്ത് കർഷക സമരം എന്നൊക്കെ പറയുന്ന ഒരു സംവിധാനമാണെങ്കിലും കർഷക സമരത്തിൻ്റെ ഒരു കാര്യം നമുക്കറിയാമല്ലോ. അതായത് അതിനൊരു ഇന്ത്യയിലെമ്പാടുമുള്ള കർഷകർ അതിനോട് ഐക്യപ്പെട്ടു. പിന്നെ അത് വളരെ ആസൂത്രിതമായ ഒരു രാഷ്ട്രീയ നീക്കം കൂടിയായിരുന്നു. അതിന് സമാന്തരമായ ഇടത് പാർട്ടികളിലേക്ക് വളരെ കൃത്യമായിട്ടുള്ള ഒരു ആസൂത്രിത നീക്കം കൂടി അതിന് പിന്നിലുണ്ടായിരുന്നു. അത് ആകെ വിജയിച്ച സമരം കഴിഞ്ഞ 12 വർഷത്തിനിടയ്ക്ക് ആകെ വിജയിച്ച ഒരു സമരം എന്ന് പറയാവുന്നത് കർഷക സമരം മാത്രമേ ഉള്ളൂ. അപ്പോൾ ബാക്കി സമരങ്ങളെ എങ്ങനെ ഇവരെ അതിനേക്കാൾ എത്ര നിസ്സാരമായാണ് കോക്രോച്ച് ജനതാ പാർട്ടിയെ ഇവർ കൈകാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ഇവർ ശ്രമിക്കുന്നത് എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണണം. പിന്നെ കോക്രോച്ചാണ് അത് എത്ര ശ്രമിച്ചാലും അങ്ങനെ കെട്ടൊടുങ്ങാത്ത ഒരു ജീവിവർഗമാണ് എന്നുള്ളത് കൊണ്ട് നമുക്ക് കാത്തിരുന്ന് കാണാം.